എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആമേൻ. അതെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. ഹല്ലേലൂയ. അതേപോലെ നമ്മൾ പഠിച്ചു വെക്കും. വിശ്വാസം എന്താണെന്ന് ചോദിച്ച ഉടനെ വിളിച്ചു പറയും, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഹല്ലേലൂയ ആമേൻ, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ വിശ്വാസം? അപ്പൊ നമുക്കൊക്കെ വിശ്വാസം, മനുഷ്യനായി പിറന്നിട്ടുള്ള എല്ലാവർക്കും വിശ്വാസം വരുന്നതിന് മുമ്പിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മൾ മൊബൈൽ അലാം വെച്ച് കിടക്കുന്നത്. നാളത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും അരിഞ്ഞൊക്കെ വെച്ചിട്ട് കിടക്കാറുണ്ട്. കാലിൽ പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസത്തേക്ക്, അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത മാസത്തേക്ക്, അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. കാരണം എന്താ? നമ്മുടെ വിശ്വാസമാണ് അതൊക്കെ. കാലിൽ കാരണം നമ്മൾ ജീവിച്ചിരിക്കുമെന്നും നമ്മൾ അത് ചെയ്യുമെന്നും ഇത് ചെയ്യുമെന്നും കാലിൽ ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പം മനുഷ്യനാണെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടുത്തെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ അതല്ല. കാരണം വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്നാ പറയുന്നത്. ഇവിടെ വിശ്വാസം എന്ന ആ 11-ാം ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ച വിഷയം കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് മെസ്സേജാണ് വിശ്വാസം. എബ്രായലേഖനം 11-ാം അധ്യായത്തെ ആദ്യമായിട്ട് മെസ്സേജ് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ വിശ്വാസം ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുവൻ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ല കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നെന്നും നമുക്ക് വേണ്ടി മരിച്ചു വന്നു, നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വന്നു, നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമെന്നൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതും വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന അറിവനുസരിച്ച് നമ്മൾ വിശ്വസിക്കുക ചെയ്യുന്നു. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു, നമ്മൾ സ്നാനപ്പെടുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് രക്ഷാസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ വന്നു എന്നും നമ്മൾ നിത്യതയിലേക്ക് പോകാനായിട്ടുള്ള പ്രവേശനം ലഭിക്കാനുള്ള ആദ്യ പ്രോസസ്സിങ് നടന്നു എന്നും വിശ്വസിക്കുക ചെയ്തു. ഇന്ന് കർത്താവിന്റെ വരവ്, രണ്ടാം വരവ് നമ്മൾ വിശ്വസിക്കുക ചെയ്യുന്നു. കാരണം എന്താ? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ വന്നെന്നും കൊണ്ടുപോയെന്നും ഒന്നും ആർക്കും നമുക്ക് വന്ന ആരും സാക്ഷ്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ വചനം എന്തു പറയുന്നുവോ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഒരു വചനം വായിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നെല്ലാം നമ്മൾ വചനം വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്യാതിരിക്കും. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെക്കാട്ടി ഉപരിയായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ പറയും, വിശ്വാസികളായിരിക്കുന്ന പെന്തക്കോസ്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ കർത്താവ് വരുമോ എന്ന് ചോദിച്ചാൽ പലർക്കും സംശയമാണ്. കാരണം അവർ ഉറപ്പോട് വിശ്വസിക്കുന്നില്ല. കാരണം ഉറപ്പോട് വിശ്വസിക്കുന്നു എങ്കിൽ അവന്റെ ജീവിതത്തെ അവൻ ദിനം പ്രതി അവന്റെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. ഹല്ലേലൂയ. കാരണം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്വഭാവത്തെയൊക്കെ പലതും നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിലും കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ നമ്മളെല്ലാവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നതിന്റെ കാര്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം, ഇന്നലെ പറഞ്ഞ വചനം പോലെ ഓരോ ദിവസം കഴിയുമ്പോൾ മനസ്സ് കൊടുത്ത് രൂപാന്തരപ്പെടുന്നതിന്റെ കാര്യമെല്ലാം കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്. ലോകക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും പോകാം, എന്തും പറയാം, എന്തും ചെയ്യാം. അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പോകുമെന്ന്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ സ്വർഗത്തിൽ പേർക്ക് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കും. ഹല്ലേലൂയ. പക്ഷെ വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചതിന് ശേഷം ചെയ്ത ഒരു പ്രവൃത്തിയും കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് റോമാലേഖനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അതും യേശുക്രിസ്തുവിനെ മരിച്ചിടയിൽ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീ ആത്മാവ് നമ്മളെ ഉയർപ്പിക്കും. അല്ലാതെ എന്ത് പറഞ്ഞാലും ഉയർക്കത്തില്ല, എന്ത് ചെയ്താലും ഉയർക്കത്തില്ല.
എന്ത് ചെയ്താലും പൊങ്ങി പോകത്തില്ല മുകളിലോട്ട്. കാരണം യേശുക്രിസ്തുവിനെ മനുഷ്യരുടെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതേ ആത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കൂ. നമ്മുടെ ഈ മർത്യശരീരങ്ങളെ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കത്തു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം അടിസ്ഥാനമുള്ളത്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നുള്ള നമ്മൾ അറിയും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയേക്കുന്നത്. അബ്രഹാം എന്താ വിശ്വസിച്ചത്? നിർജീവത്വമായി പോയ ശരീരത്തെ നോക്കിക്കൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറ വിശ്വസിച്ചതുപോലെ അബ്രഹാം വിശ്വസിച്ചു. നിർജീവത്വമായി പോയ ശരീരത്തിൽ നിന്ന് പുത്ര ഉൽപാദനത്തിനുള്ള ശക്തി ലഭിക്കുമെന്ന് വിശ്വസിച്ചു. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തെ നോക്കി ഒരു ഡോക്ടർ പറയുകയാണ്, ഇതിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, ഇത് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യത്തില്ല, ഇത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല, അത് ഇന്ന സർജറി വേണം, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാകേണ്ട വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്ത് സൗഖ്യമാക്കാം എന്നല്ല, ഈ മെഡിസിൻ എല്ലാം കഴിച്ചാൽ ഇത് സൗഖ്യമാകുമെന്നല്ല. നമ്മൾ ഡോക്ടർമാരെ കാണാറുണ്ട്, ഡയഗ്നൈസ് ചെയ്യാറ്. ഞാൻ എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ചിലപ്പോഴൊക്കെ മിക്കവാറുള്ള ഡോക്ടർമാരെ കാണാൻ ഡയഗ്നൈസ് ചെയ്തൊക്കെ ചെയ്യും. പക്ഷെ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു പ്രേരണയില്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട്, കൊണ്ടുവയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇന്നത് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട്, കാരണം എന്തിനാ നമ്മളെ ഡയഗ്നൈസ് ചെയ്യാൻ പോകുന്നത്? എന്താ രോഗമെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്താ രോഗമെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളിലുള്ള വിശ്വാസം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാൻസർ വന്ന് ക്യാൻസർ സൗഖ്യമായി വന്നെന്ന് നമ്മൾ അറിഞ്ഞില്ല, സൗഖ്യമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്തെങ്കിലും മഹത്വം ഉണ്ടോ ദൈവത്തിന് അതിന്? ഉണ്ടോ സിസ്റ്റർ? ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാൻസർ നമ്മൾ പോയി ഡയഗ്നൈസ് ചെയ്ത് ഡോക്ടർ പറയും ഇത് ക്യാൻസർ ആണ്, ഇത് ഇന്ന സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണെന്ന് പറയും. അത് കഴിയുമ്പോൾ അത് സൗഖ്യമായ നമ്മൾ പറയും നമ്മുടെ ദൈവം നമ്മളെ ആ രോഗത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കി കളയും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എടുത്ത് മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഡയഗ്നൈസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ. കാരണം വെച്ചാൽ എന്താണ് രോഗമെന്ന് അറിയണം. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയാന്നറിയാ? ദൈവത്തിന്റെ മന്ദിരമാണ്, ഇതിനകത്ത് രോഗശക്തിയിരിക്കാനുള്ള റൈറ്റ് ഇല്ല, അത് പോട്ടെ. ഹല്ലേലൂയ. അന്നേരമാണ് നമ്മൾ മനസ്സിലാകുന്നത് ദൈവത്തിന്റെ നമ്മുടെ വായിൽ പറയുന്ന വാക്കുകൾക്ക് എത്ര ശക്തിയുണ്ട്, നമ്മുടെ നാവുകൾക്ക് എത്ര ശക്തിയുണ്ട്. അത് എന്താ? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നത്. കാരണവസരം എപ്പോഴും പറയാറുണ്ട് ഹല്ലേലൂയ, അവന്റെ അടിപ്പെടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനം എപ്പോഴും പറയല്ലേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി നീതിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആ വചനം വിശ്വസിച്ചുകൊണ്ടാ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്, വെറുതെ പറയുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയല്ലത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജോളിയാന്റിയുടെ വീട്ടിൽ മീറ്റിംഗ് നടന്നു. ഹല്ലേലൂയ. ആ മീറ്റിംഗിൽ ജോളിയാന്റി വിശ്വസിക്കാണ്, ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് ഇന്ന് ക്രമീകരിക്കപ്പെട്ടാൽ എന്റെ മകനും കുടുംബവും ഇതുകൊണ്ട് രക്ഷ പ്രാപിക്കും. അവരുടെ ഉള്ളിൽ ദൈവം വചനത്തിന്റെ വിത്ത് വിതച്ചാൽ ആ വിത്ത് ഒറ്റ ദിവസം കൊണ്ട് വളർന്ന് ചെടിയാകത്തില്ല. ആ വിത്ത് അവിടെ കിടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മുള പൊട്ടും. അതൊരു ചെറിയ ചെടിയായി വളരും. അത് വളർന്ന് വളർന്ന് ഒരു വൃക്ഷമായി വരുന്ന പോലെ വിശ്വാസം അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെങ്കിലേക്കുള്ള ആകർഷണം. അത് ഓരോ ദിവസം കഴിയുമ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിൽ നിന്ന് ഒരു ഫലം പുറപ്പെടും. ഈ വിശ്വാസത്താലാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹല്ലേലൂയ അതിനകത്ത് നമുക്കൊരു ഉറപ്പ് വേണം, നമുക്കൊരു വിശ്വാസം വേണം, നമുക്കൊരു ധൈര്യം വേണം. ഹല്ലേലൂയ. അവിടെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച്. കാരണം ദൈവം പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന്റെ അളവെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളെ തന്നെ ദൈവം ബോധ്യപ്പെടുത്തി തരും നമുക്ക് എത്ര വിശ്വാസമുണ്ടെന്ന്.
നമ്മൾ വിശ്വാസത്തോടെ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അല്ലെ, ഡിക്ലെയർ ചെയ്ത് ആ നിമിഷം അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം. എനിക്ക് ഗേലി സിസ്റ്റർ ഒത്തിരി അനുഭവങ്ങൾ കേൾക്കും. ചിലപ്പോഴൊക്കെ ഹാലേലിയ ഭയങ്കര അതിശയം തോന്നാറുണ്ട്. ഹാലേലിയ കാരണം പുള്ളിക്കാരി ഇങ്ങനെ ദൈവത്തിന് ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ ഹാലേലിയ എന്ന് വെച്ചാൽ അത്രത്തോളം ഇങ്ങനെ പറയുമ്പം എനിക്കത് സാധിച്ചു തരണം, അല്ലെ എനിക്കത് തരണം എന്നൊക്കെ പറയുന്ന ഹാലേലിയ ആ ആ പറച്ചിലുണ്ട് ഹാലേലിയ. എന്റെ ദൈവം ഞാൻ പറഞ്ഞത് സാധിപ്പിച്ച് തരുമെന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അതിന്മേൽ ദൈവശക്തി ചലിക്കണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം അത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കൃത്യമായി അറിയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം സാറായോടും അബ്രഹാമിനോടും ചെന്ന് വാഗ്ദത്തം പറയുമ്പോൾ സാറ കമന്നു കൊണ്ട് ചിരിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. സാറ കമന്നു വേണ്ടി ചിരിച്ചെന്ന് വിചാരിച്ച് സാറയുടെ ജീവിതത്തിൽ നടക്കാതില്ല. കാരണം അത് കഴിഞ്ഞപ്പോ സാറ വിശ്വസിച്ചത് എന്താന്ന് എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ എന്ന് സാറ വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അവിടെ വായിക്കുമ്പോ സാറ കമന്നു വിളിച്ചു. അപ്പൊ അയ്യോ, ഈ കർത്താവ് ഒരു കാര്യം പറഞ്ഞപ്പോ ദാണ്ട കമന്നു വിളി ചിരിച്ചു. ഇവർക്ക് പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടായത് ചിന്തിക്കാറില്ലേ? പക്ഷേ അവരുടെ ഉള്ളിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു, ഒരു വിശ്വാസം വന്നു. എന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത നിവർത്തിപ്പാൻ ശക്തനാണ്. അതിന് സാഹചര്യങ്ങളുടെ അനുകൂലത ഒന്നും വേണ്ട. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു ചാൻസും ഇല്ലാന്ന് തോന്നുമ്പോഴും അതിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിന്റെ മീതെ കയറുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. ഹാലയില്ല. മനുഷ്യരായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഒരു കാര്യം നടക്കുന്ന സാഹചര്യം എല്ലാം അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകണം ഇങ്ങനെ ഉണ്ടാകണം. ഹാലയില്ല. പക്ഷെ ദൈവം പറയും ഇതൊന്നും ഇല്ലാതെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതും ഉളവാക്കിയ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു സാഹചര്യത്തിന്റെ ആവശ്യമില്ല, ഒരു മുഖാന്തരത്തിന്റെ ആവശ്യമില്ല. ഹാലയില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖല ഒന്നുമില്ല. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ചോദിക്കുമ്പോൾ ആ ദൈവത്തിന് ഉറപ്പുണ്ട്, എന്നാൽ കഴിയാത്തൊരു കാര്യമില്ല. നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് മനസ്സിലാകാറുണ്ട്. ഹാലേലിയ മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് മോശയുടെ കയ്യിൽ വടി താഴെ ഇട്ടപ്പോൾ ആ വടി പാമ്പായി. കൂടെ നിന്ന് മന്ത്രവാദികളും വടി താഴെ അവരുടെ വടികളും പാമ്പായി മാറി. ഹാലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മോശ ചെയ്യുന്ന 2-3 അത്ഭുതങ്ങൾ അവർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കപ്പാസിറ്റി തീർന്നു. ഹാലേലൂയ. പിന്നീട് അങ്ങോട്ട് മോശ പ്രവർത്തിക്കുമ്പോൾ അവർ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവർക്ക് അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഒക്കെ കാര്യങ്ങൾക്ക് ലോകത്തുള്ള എല്ലാത്തിന്റെയും എല്ലാ അറിവും എല്ലാ ടെക്നോളജിക്കും എല്ലാത്തിനും ലിമിറ്റേഷൻസ് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു മേഖലയിലും ലിമിറ്റേഷൻ ഇല്ല. പട്ടാടിയിലെ മമ്മി മരിച്ചുപോയോ? മാമേ, ജോളി മാമേ. ഒരു മിനിറ്റ് സിസ്റ്റർ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഹാലേലിയ വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനെന്ന് എണ്ണുപോയാൽ പ്രായം കഴിഞ്ഞിട്ട് പുത്രോത്പാദ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഹാലിലും മൃതപ്രായനെ പെരുപ്പത്തിൽ ആകാശ നക്ഷത്രങ്ങളും കടൽപ്പുറത്ത് എന്നെ കൂടാത്ത മണൽ പോലെ സന്തതി ജനിച്ചു. ഹാലേലി. അപ്പം ഹാലേ അത് കേട്ടിട്ടും ഹാലേലി അവിടെ ഹാലേലി ചിരിച്ചു. ഹാലേ. അപ്പൊ നമ്മൾ കാണുന്നതല്ലേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പറഞ്ഞത് പുറപ്പാട് പുസ്തകത്തിലെ കാര്യം. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഹാലേലൂയ ഒന്നിന്റെയും ഒരു മുഖാന്തരത്തിന്റെ ആവശ്യമില്ല, ഒരു സാഹചര്യം അനുകൂലമാകേണ്ട. ഹാലേലിയ ഒന്നിനും ഹാലേലിയ ദൈവത്തിന് ഏത് രീതിയിലും ഏത് അവസ്ഥയിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ് അതേപോലെ ഞാനിപ്പോ എന്റെ ആൻമോളുടെ കാര്യം എപ്പോഴും പറയും. ഹാലേലിയ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ ഹാലേലിയ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിച്ച് പാരട്ട് ദൈവം ഇതെങ്ങനെയാ, കാരണം വെച്ചാൽ നമുക്ക് വരേണ്ടുന്ന പൈസകളൊന്നും കിട്ടുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല. പക്ഷെ ഇതെങ്ങനെ? അപ്പോൾ അവൾ ഒരു വാക്ക് മാത്രം ഇപ്പോൾ യഹോവയിരെ 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 എന്ത് പറഞ്ഞാലും അത് പറയും. ഹാലേലൂയ ആമേൻ ഹാലേ. അപ്പം അവൾക്കറിയാം ദൈവം കരുതുന്ന ദൈവമാണെന്ന്, ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണെന്ന്. ഹാലേലൂയ എല്ലാ ആവശ്യങ്ങളിലേലും ആ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും.
ഹാലേലൂയ. കാരണം നമ്മുടെ വിശ്വാസം എന്താണ്? അല്ലാതെ അവള് പറയുന്നതിന് എന്റെ അപ്പൻ തരും, എന്റെ അമ്മ തരും, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ. പക്ഷേ ആരെക്കൊണ്ട് തെരിയിക്കാനും, ആരുടെ മനസ്സിളക്കാനും, ആരുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് തെരുവിക്കാനും ദൈവത്തിന് കഴിയും. ഹാലേലൂയ. എത്രയൊക്കെ ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ, ആമേൻ, ആമേൻ തരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തെ പോലും ചലിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത ഹാലേലൂയ, ആമേൻ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമാറാം. കാരണം ദൈവത്തിന് ആമേൻ പിശാചിന്റെ ഹൃദയത്തെ പോലും ഇളക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ദൈവം തിരഞ്ഞെടുക്കുന്ന പിശാചിനെ തന്നെയാണ്. അവനെ കൊണ്ട് മറ്റുള്ളവര് ഹല്ലേലൂയ, ആമേൻ ഇടയിലേക്ക് കയറിയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിപ്പിച്ചു. കാരണം ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കണം. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഏത് രീതിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം. ആ ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. ആരോട് വേണമെങ്കിലും ഇടപെടാൻ കഴിയും. അതിന് ഒരു ലിമിറ്റേഷൻസും ഇല്ല. നമുക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ ഫ്ലൈറ്റിൽ കയറിയാൽ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്നാൽ ഒരാളെ കണ്ടിട്ട് ഒരു കാര്യം സംസാരിച്ച് കഴിയും. പക്ഷെ ദൈവത്തിന് അതിനൊന്നും ആവശ്യമില്ല. ഏത് കാരാഗ്രഹത്തിനുള്ളിലും കയറാൻ പറ്റും. ഏത് ഇരുട്ടിന്റെ ഇടയിലേക്ക് ചെല്ലാൻ പറ്റും. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ്? ആമേൻ, ആമേൻ. നമ്മൾ ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു പരിജ്ഞാനം, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 11-ാം അധ്യായം, ഇബ്രായർ 11-ാം അധ്യായം വായിക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ധൈര്യം വരുമല്ലോ. കേട്ടില്ലേ? ഒരുപാട് പേരുടെ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. മോശ മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മോശ സകലത് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ മിസ്രയീം കൊട്ടാരത്തെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ടുള്ള രീതിയിൽ വളർന്ന എല്ലാ അഭ്യാസത്തോടും എല്ലാം പരിശീലിച്ച് വളർന്നു വന്നപ്പോൾ ആ സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങളിലേക്ക് ഇടപെടാനായിട്ട് മോശ കാണിച്ച ധൈര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോശ ദൈവത്തിന്റെ വാഗ്ദത്തം, മോശ ആരാണെന്ന് കേട്ടത്, മോശയ്ക്ക് എന്താണ് ദൈവം കാണുന്ന പർപ്പസ് എന്ന് മോശ വിശ്വസിച്ചു. ഇന്നാണെങ്കിൽ ഓരോരുത്തരും എന്താ പറയാ, ഇരിക്കുന്ന ജോലി ഇങ്ങനെ തന്നെ ഇരിക്കണം, എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അടുത്ത എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. കാരണം ഒരു ജോലി വിട്ടിട്ട് ഇറങ്ങി പോകാൻ പോലും ധൈര്യമില്ല. ഇന്നലെ നിങ്ങളുടെ പാസ്റ്ററുടെ മകന്റെ മൂത്ത മകന്റെ കാര്യം പറഞ്ഞു. നല്ല ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ കോളേജ്. അപ്പൊ അത് വിട്ടിട്ട് ഫുൾ ടൈം സുവിശേഷത്തിൽ ഇറങ്ങണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. അവിടെയൊക്കെയാണ് ദൈവത്തിന്റെ നമ്മൾ ക്രിസ്തുവുള്ള വിശ്വാസം. നമ്മൾ ഉള്ളതൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതായിട്ടല്ല എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ദൈവം ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിപ്പോൻ കാണിക്കുന്നതായിരിക്കും. ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഷ്ടത അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. വേലയെ കൂലി ഇല്ലാഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ അല്ല അവരൊക്കെ എന്ന് വിചാരിക്കണം. നല്ല ജോലിയുണ്ട്, നല്ല പൊസിഷൻ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ജോലിയുള്ളവരോടൊക്കെ ജോലി റിസൈൻ ചെയ്ത് ദൈവം പോയിട്ട് സുവിശേഷ വേല ചെയ്യാൻ പറയുമ്പോൾ വന്നിട്ട് റോഡിന്റെ നടുക്ക് വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് ടെസ്റ്റ് പണിയും കേട്ടു. പക്ഷെ വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാ. എനിക്ക് അറിയുന്ന ബാംഗ്ലൂരിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസൻ ഉണ്ട്. അയാൾക്ക് ഒരുപാട് ഭയങ്കര ഒരു വലിയ കൂട്ടത്തിന്റെ ഒരുപാട് ചർച്ചകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് US പോയി അദ്ദേഹത്തിന് ജോലി കിട്ടി. ഇവിടെ വെച്ച് ദൈവം ഇടപെട്ടപ്പോ പറഞ്ഞ് ഞാൻ സുവിശേഷം വല്ല അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് US പൊക്കോളാം. US പോയി അവിടെ ചെന്നപ്പോഴും ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എല്ലാം കെട്ടി PR-ഉം ലഭിച്ച സമയത്ത് ദൈവം പറഞ്ഞ് റിസൈൻ ചെയ്തിട്ട് എല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് പോരാൻ പറഞ്ഞു. ഒന്നും ഭാര്യ പോലും സമ്മതിക്കുന്നില്ല. പക്ഷെ പുള്ളി അദ്ദേഹം ഒന്നും പറയാതെ എല്ലാം റിസൈൻ ചെയ്ത് നാട്ടിൽ നിന്നിട്ട് ആദ്യമായി പ്രസംഗിക്കാനായിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർ ഈ തെരുവിലൂടെ ഒക്കെ നടക്കുന്ന ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് കൊണ്ടിരുത്തിയിട്ട് ആദ്യമായിട്ടോട് സുവിശേഷം പറഞ്ഞത് എന്ന് വെച്ചാൽ കേൾക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. പക്ഷെ വിശ്വസ്തനായ നിന്നപ്പോൾ ദൈവം നിറച്ചു. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ദൈവസഭ നടത്തുന്നുണ്ട്. അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ ഡെലിവറൻസ് മീറ്റിങ്ങിലൊക്കെ നടക്കുന്നെങ്കിൽ ഒരു സമയത്ത് വിശ്വസ്തനായിരുന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് സകലതും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്.
ഈ വിശ്വാസത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന്, നമ്മൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു, നമ്മുടെ വിശ്വാസം ഇടം വരെ എത്തിയെന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാനുള്ള ഒരവസരമാണ്. ഹാലെ, നമ്മൾ വിശ്വാസികളെന്ന് നമ്മുടെയും പേര്. ഹാലെ, നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര വിശ്വാസമാണെന്ന്. ഹാലെ, അപ്പൊ വിശ്വാസത്തിന്റെ 11-ാം അധ്യായം ഇബ്രാഹിം ലേഖനം പറയുന്ന അധികം എടുത്ത് വായിച്ചു നോക്കാം. നമുക്ക് മനസ്സിലാവും നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്. നമുക്കും വിശ്വാസത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ. ഹാലെ, കാണാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹാലേലിയ, എന്റെ ദൈവം ഹാലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തു തരുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹാലെ നമുക്ക് മുൻപോട്ട് പോവാം. ഹാലെ, നമ്മൾ നിത്യത ഇതുവരെ കണ്ടിട്ടില്ല. ഹാലേലിയ, നമുക്ക് ഹാലേലിയ കർത്താവിന്റെ വരവ് ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം വരുന്ന കാര്യം എന്ത് വിഷയങ്ങൾ മുമ്പ് വന്ന് നിൽക്കുമ്പോഴും അത് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന വിശ്വസ്തനാണ്, നിവർത്തിപ്പാൻ ശക്തനാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഹാലേലിയ. അപ്പൊ നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. വെറുതെ ഒരു വാക്ക് പറയാൻ ദൈവം മനുഷ്യനല്ല, ഭോഷ്ക്ക് പറയത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ടാം. ദൈവം ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.